നമസ്കാരം. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഡോക്ടർ ഫാദർ ഫിലിപ്പ് കവീലാണ് ഇന്ന് ന്യൂസ് 18 കേരളത്തോടൊപ്പം ചേരുന്നത്. നമസ്കാരം ഫാദർ. നമസ്കാരം. ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് ഈ പൊതുസമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അത് മുൻപ് ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ പക്ഷേ സാമൂഹ്യ വിഷയങ്ങളിലും അതുപോലെ തന്നെ കത്തോലിക്ക വിശ്വാസികളുടെ അവരുടെ പ്രശ്നങ്ങളിലും ഇടപെടുന്നതിനൊപ്പം തന്നെ രാഷ്ട്രീയ വിഷയങ്ങളിൽ കൃത്യമായ നിലപാടെടുത്ത് പോകുന്നുണ്ട് കത്തോലിക്ക കോൺഗ്രസ്. എങ്ങനെയാണ് ഈ ഒരു ഉയർത്തിക്കൊണ്ടുവരാൻ എങ്ങനെ സാധിച്ചു ഈ കത്തോലിക്ക കോൺഗ്രസിനെ ഈ വിധത്തിൽ? കത്തോലിക്ക കോൺഗ്രസ് സത്യത്തിൽ 108 വർഷം പാരമ്പര്യമുള്ള ഒരു സമുദായ സംഘടനയാണ്. ഈ സംഘടന രജിസ്ട്രേഡ് സംഘടന കൂടിയാണ്. സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. ഉദാഹരണത്തിന് ഇപ്പോൾ നായന്മാർക്ക് NSS പോലെ അല്ലെങ്കിൽ ഈഴവർക്ക് SNDP പോലെ സിറോ മലബാർ സഭയുടെ സാമുദായിക സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. ഈ സഭ സത്യത്തിൽ സാമുദായിക വിഷയങ്ങളിൽ, പൊതുവിഷയങ്ങൾ, രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക വിഷയങ്ങളിൽ പ്രതികരിക്കുന്നത് ഈ സമുദായ സംഘടനയിലൂടെയാണ്. എപ്പോഴും ഈ സമുദായ സംഘടനകൾ ഈ പൊതുസമൂഹത്തിൽ ഇടപെടുന്നു എന്നൊരു തോന്നലുണ്ടാകുന്നത് ഭരിക്കുന്ന സർക്കാരുകളെ വെല്ലുവിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ തിരുത്തിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്നുകൊണ്ടോ ഒക്കെയാണ്. അങ്ങനെ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് എപ്പോഴും സ്വീകരിക്കുവാൻ കത്തോലിക്ക കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ കത്തോലിക്ക കോൺഗ്രസ് അനാവശ്യമായിട്ട് വിമർശിക്കുന്ന ഒരു സംഘടനയല്ല. പക്ഷേ അനീതി എവിടെ കണ്ടാലും അതിനെതിരെ പ്രതികരിക്കാൻ ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജനങ്ങളുടെ അവകാശങ്ങൾ ഭരണവർഗം നിഷേധിക്കുകയോ അവഗണിക്കുകയോ പരിഗണിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഇവിടെ ജനാധിപത്യം മുന്നോട്ട് പോവുകയില്ല. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷം സത്യത്തിൽ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ചില സമയങ്ങളിലൊക്കെ പ്രതിപക്ഷം പോലും പ്രതികരിക്കാതിരിക്കുന്ന സമയത്തും കത്തോലിക്ക കോൺഗ്രസ് വളരെ കൃത്യമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. സമീപകാല യാത്രകൾ കേരളത്തിലുടനീളം കത്തോലിക്ക കോൺഗ്രസ് നടത്തി. ഒരു അതിജീവന യാത്ര നടത്തി, അതുപോലെ അവകാശ സംരക്ഷണ യാത്ര നടത്തി. അതിന് രണ്ടും നമ്മൾ എടുത്തിരുന്ന വിഷയങ്ങൾ ജനകീയ വിഷയങ്ങളാണ്. ഒന്ന്, ഇവിടുത്തെ സാധാരണക്കാരെ ബാധിക്കുന്ന മലയോര നിവാസികളെ പോലും ബാധിക്കുന്ന വന്യജീവി വിഷയം, പിന്നെ കർഷകരുടെ വിഷയം, അങ്ങനത്തെ പൊതുവിഷയങ്ങളാണ് എടുത്തത്. അതിന് പൊതുജനം വലിയ സപ്പോർട്ട് നൽകി, പിന്തുണ നൽകി. അത് കത്തോലിക്കർ മാത്രമല്ല, ക്രൈസ്തവർ മാത്രമല്ല, മറ്റ് വിഭാഗത്തിൽപ്പെട്ടവർ കൂടി പറഞ്ഞു ഇത് ശരിയാണ്. പക്ഷേ ഇത് പറയുമ്പോൾ ഇപ്പോൾ ക്രൈസ്തവ സഭകൾ നേരിട്ട് ഈ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും ഭരണാധികാരികൾക്ക് നേരെ എന്തെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും കാര്യങ്ങൾ പറയുമ്പോഴുമൊക്കെ വിമർശനം വരാറുള്ളതാണ്. സഭ എന്തിനാണ് രാഷ്ട്രീയത്തിൽ ഇടപെട്ടത് എന്ന ചോദ്യമുണ്ടാവും. അപ്പോൾ സഭയുടെ കീഴിൽ ഇങ്ങനെയൊരു സംഘടന പ്രവർത്തിക്കുമ്പോൾ ആ സംഘടനയെ സഭ ഇതിനായി ഉപയോഗിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനം കൂടി വരില്ലേ രാഷ്ട്രീയ സമ്മർദ്ദം നടത്തുന്നതിന് വേണ്ടി? അങ്ങനെ വരില്ല. കാരണം സഭയുടെ സഭാ അംഗങ്ങൾ ഈ നാട്ടിലെ പൗരന്മാർ കൂടിയാണ്. അപ്പോൾ ഈ പൗരന്മാർക്ക് ഒരു രാഷ്ട്രീയ നിലപാടുണ്ടാകാം, അതിൽ തെറ്റില്ല. അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നേ ഉള്ളൂ. സാറ് ഉദ്ദേശിച്ചത് കക്ഷി രാഷ്ട്രീയമാണെങ്കിൽ സഭ കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടിയല്ല. ഇപ്പോൾ ഇടതു മുന്നണിയോ വലതു മുന്നണിയോ അല്ലെങ്കിൽ BJPയോ അങ്ങനെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് സഭ ഒരിക്കലും പ്രവർത്തിക്കുക. സഭയുടെ ഒരു സമ്മർദ്ദം സർക്കാരിന് മേൽ ഉണ്ടാക്കുവാൻ കത്തോലിക്ക കോൺഗ്രസിനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന രീതിയിലുള്ള വിമർശനം വരുമ്പോഴോ ആ വിമർശനം എന്തുകൊണ്ട് വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം സഭ എവിടെയാണ് അഭിപ്രായങ്ങൾ പറയുന്നത്? ജനകീയ വിഷയങ്ങളിലാണ് അഭിപ്രായങ്ങൾ പറയുന്നത്. ഇവിടെ വന്യജീവി പ്രശ്നം വന്നിട്ട് അതിനെക്കുറിച്ച് ഗവൺമെൻറ് നിലപാടുകൾ എടുക്കാതെ വരുമ്പോൾ സഭ ഇടപെടണം. ആ ഇടപെടുന്നത് സഭയുടെ സംവിധാനമായ കത്തോലിക്ക കോൺഗ്രസിലൂടെ ആയിരിക്കും. അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന പ്രവർത്തനങ്ങൾ വന്നാൽ അത് തീർച്ചയായിട്ടും ഇടപെടണം. ഇവിടെ സഭ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട എന്ന് പറയുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കണം. രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയാൻ ഇവിടുത്തെ പൗരന്മാർക്ക് അവകാശമില്ല. ഇവിടുത്തെ മെത്രാന്മാർക്ക്, വൈദികർക്ക്, സമുദായ നേതാക്കന്മാർക്കൊക്കെ വോട്ടുണ്ട്. ഈ വോട്ടവകാശമുള്ള ആളുകൾ വോട്ട് വിനിയോഗിക്കേണ്ടെന്ന് അവർ പറയുന്നില്ലല്ലോ. അപ്പം നമ്മൾ വോട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ രാജ്യത്തിൻ്റെ കാര്യത്തിൽ നമുക്കും ഭാഗഭാക്കാകാനുള്ള അനുവാദമുണ്ട്. പക്ഷേ സഭ രാഷ്ട്രീയം പറയണം എന്ന് തന്നെയാണ്. രാഷ്ട്രീയം പറയണമെന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടണം. അതിൻ്റെ അകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വർഗീയതയും സമുദായ ബോധവും രണ്ടും രണ്ടാണ്. പലപ്പോഴും അത് തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയാകുന്നുണ്ട്. വർഗീയത പറയുന്നു എന്ന രീതിയിൽ വിമർശിക്കാം. അതെ, തീർച്ചയായിട്ടും. വർഗീയത നമ്മൾ സഭയാണെങ്കിലും പറയാൻ പാടില്ല. വർഗീയത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇപ്പോൾ സഭ പറയാണ് സഭ മാത്രം മതി, ബാക്കിയുള്ളവർ വേണ്ടെന്ന് പറഞ്ഞാൽ അത് വർഗീയതയാണ്. അതേസമയം സഭ പറയാണ് നമ്മുടെ സമുദായത്തിന് ഇന്ന അവകാശങ്ങൾ കിട്ടാനുണ്ട്, അത് കിട്ടിയേ തീരുമെന്ന് പറഞ്ഞാൽ അത് സമുദായത്തിന് വേണ്ടി പറയുന്നത്, അത് വർഗീയതയല്ല. മറ്റുള്ളവരുടെ അവകാശങ്ങൾ അവർക്ക് കിട്ടട്ടെ,
അതേപോലെ ക്രൈസ്തവരുടെ അവകാശം ക്രൈസ്തവർക്കും കിട്ടണം. അത് സഭ പറയുമ്പോൾ അത് വർഗീയതയായിട്ട്. പക്ഷേ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ആ രീതിയിലും വ്യാഖ്യാനം വരാം. കാരണം JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ക്രൈസ്തവരുടെ വിഷയങ്ങളാണ് പഠിച്ചത്, അവരുടെ പ്രശ്നങ്ങളാണ് പഠിച്ചത്. ആ റിപ്പോർട്ട് സർക്കാരിന് നൽകുകയാണ് ഉണ്ടായത്. അപ്പോൾ സർക്കാർ ഇപ്പോൾ അത് പുറത്ത് വിടുന്നില്ല. അപ്പോൾ സർക്കാരിന് എന്തെങ്കിലും ഒരു കൺസേൺ അതിനകത്ത് കാണും, അതുകൊണ്ടായിരിക്കുമല്ലോ പുറത്ത് വിടാത്തത്. ആ കൺസേൺ എന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂനപക്ഷങ്ങളിൽ തന്നെ ഇപ്പോൾ ക്രൈസ്തവ സമുദായമുണ്ട്, മുസ്ലിം സമുദായവുമുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു വേർതിരിവിന് അത് കാരണമായേക്കാം എന്ന രീതിയിലുള്ള കൺസേൺ ആണ് സർക്കാരിന് ഉണ്ടാവുക. അത് ചിന്തിക്കാൻ കത്തോലിക്ക കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ലേ? പക്ഷേ കത്തോലിക്ക കോൺഗ്രസും ക്രൈസ്തവ സഭകളും പറയുന്നത് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം, അത് നടപ്പാക്കണം എന്നാണല്ലോ. അപ്പോൾ അതൊരു സമ്മർദ്ദത്തിൻ്റെ രീതിയിലായി പോകുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കട്ടെ. അങ്ങനെ ഒരു കൺസേൺ സർക്കാരിനുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ സർക്കാർ ഈ JB കോശി കമ്മീഷനെ നിയോഗിച്ചു? ഈ JB കോശി കമ്മീഷൻ നിയോഗിച്ചത് പിണറായി സർക്കാർ തന്നെയാണ്. അങ്ങനെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു, അങ്ങനെ നിയമിക്കാൻ പാടില്ലായിരുന്നു. പിണറായി സർക്കാർ ഈ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയെ പറ്റി പഠിക്കുവാനും അതിന് പരിഹാരം കാണുവാനും JB കോശി കമ്മീഷൻ നിയമിച്ചത് നല്ല ഉദ്ദേശത്തോടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഉദ്ദേശം പൂർണ്ണതയിലെത്തിക്കുന്നില്ലെന്നാണ് ഞങ്ങളുടെ വിമർശനം. അങ്ങനെയാണെങ്കിൽ മറ്റ് വിഭാഗക്കാരുടെ പിന്നോക്കാവസ്ഥയെ പഠിക്കാനും പരിഹരിക്കാനും വേണ്ടി ഇവിടെ മുൻ കമ്മീഷനുകൾ വെച്ചിട്ടുണ്ട്. പാലോളി മുഹമ്മദ് കമ്മിറ്റി, അതുപോലെ മറ്റ് കമ്മിറ്റികളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടുകൾ വന്ന പാടെ എന്നാ പറയണ്ടേ, പ്രിൻ്റ് ചെയ്ത മഷി ഉണങ്ങുന്നതിന് മുമ്പേ അതിലെ നിർദ്ദേശങ്ങൾ വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും അതിലെ നേതാക്കന്മാരോട്, സമുദായ നേതാക്കന്മാരോടൊക്കെ ആലോചിച്ച് നടപ്പിൽ വരുത്തുകയും ചെയ്തു. അപ്പോൾ ഇത് ഇരട്ടത്താപ്പാണെന്ന് ഞങ്ങൾ പറയുന്നത്. ഈ ക്രൈസ്തവരുടെ കാര്യം വരുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കൺസേൺ? അതാണ് ഞങ്ങൾ ചോദിച്ചത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്യാബിനറ്റ് യോഗത്തിൽ ഒരു തീരുമാനമെടുത്തിരുന്നു, കന്യാസ്ത്രീകൾക്ക് പെൻഷൻ അനുവദിക്കുക എന്നുള്ള തീരുമാനം. അത് സ്വാഭാവികമായിട്ടും ക്രൈസ്തവ സമുദായത്തെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടി ഒരു ശ്രമം കൂടിയായിരിക്കുമല്ലോ, സംശയമില്ലല്ലോ, ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത്. അങ്ങനെയൊക്കെ അനുഭാവപൂർവ്വം പരിഗണിക്കുന്ന ഒരു സർക്കാർ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നില്ല എന്നതിനാൽ തന്നെ എതിർക്കപ്പെടേണ്ട ഒരു സർക്കാരാണ് എന്ന നിലപാടാണ് ഉള്ളത്. അങ്ങനെയല്ല. ഈ കന്യാസ്ത്രീകൾക്ക് പെൻഷൻ അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പെൻഷൻ എന്ന കാഴ്ചപ്പാടിനെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് മാനദണ്ഡങ്ങൾ കാണും. അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ കന്യാസ്ത്രീകൾ പിന്നെ തന്നെ ഈ നാട്ടിലെ പൗരന്മാരല്ലേ അവർ. അപ്പോൾ അവർക്കത് അവകാശമുള്ളതാണ്, അത് വെറും ആനുകൂല്യമൊന്നുമല്ല. ക്രൈസ്തവരുടെ കാര്യം വരുമ്പോഴത്തേന് ആനുകൂല്യം എന്ന് പറയുന്നത് ശരിയല്ല, അത് അവർക്കും അവകാശമുണ്ട് ഈ നാട്ടിൽ. ഒരു പെൻഷൻ നൽകി ക്രൈസ്തവ സമുദായത്തെ ഒപ്പം കൂട്ടാമെന്നൊന്നും കരുതണ്ട അല്ലേ? ഇപ്പം നമ്മൾക്ക് കിട്ടേണ്ട ഒരു അവകാശം അത് പിടിച്ചു വെച്ചിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ അവകാശം തരുമ്പോൾ അത് ആനുകൂല്യമായിട്ട് മാറുന്നില്ലല്ലോ. നമുക്ക് തരേണ്ടതാണ്. അതൊരു അനീതിയാണ് അവിടെ നടന്നത്. ആ അനീതിയെ തിരിച്ചറിഞ്ഞ് തിരുത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പം വിദേശത്തുള്ള കന്യാസ്ത്രീകൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതൊരു ആനുകൂല്യമാണ്. ഇന്ത്യൻ പൗരന്മാരായ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരന് കിട്ടേണ്ട ആനുകൂല്യമല്ല, അവകാശമാണത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് തരുന്നില്ല, എനിക്ക് പറയാനുള്ളത് ഭരണപക്ഷത്തോടാണെങ്കിലും പ്രതിപക്ഷത്തോടാണെങ്കിലും ജനാധിപത്യത്തെ നമ്മൾ കുറച്ചുകൂടി വിശാലമായിട്ട് മനസ്സിലാക്കണം. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആളുകളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് ക്രൈസ്തവ സമുദായത്തെ കയ്യിലെടുക്കുവാനുള്ള ഒരു ചെപ്പടി വിദ്യ മാത്രമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഇതല്ല വേണ്ടിയിരുന്നത്. ഇത് അവകാശമാണ്. ഇതിനപ്പുറം ഇപ്പോൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം, എന്നാൽ മാത്രമേ ഈ സർക്കാരിനെ അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ എന്നാണോ? JB കോശി കമ്മീഷൻ ഈ സർക്കാർ തന്നെയാണ് നിയമിച്ചത്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നത്, ഞങ്ങൾ അതിൽ സന്തോഷമുണ്ട്, നല്ല കാര്യം. പക്ഷേ ഈ JB കോശി കമ്മീഷൻ്റെ റിപ്പോർട്ട് അതിൻ്റെ പൂർണ്ണ വിധത്തിൽ എന്തുകൊണ്ട് പൊതുജനത്തിന് പ്രാപ്യമാക്കുന്നില്ല? ചില കഷ്ണങ്ങൾ അവിടെ എവിടെയും പറഞ്ഞു എന്ന് പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ പൂർണ്ണമായിട്ട് അത് എന്തുകൊണ്ട് പുറത്തു വിടാം? അതിലെന്താണ് ഭയപ്പെടാനുള്ളത്? അതിന് സർക്കാരുകൾക്കോ അല്ലെങ്കിൽ സർക്കാരിനെ ഉപദേശിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ചില കൺസേണുകൾ കാണുമായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഞങ്ങളുടെ ആവശ്യം, ഞങ്ങൾക്ക് അന്യായമായിട്ടോ വഴിവിട്ടോ ഒന്നും വേണ്ട. ഇവിടുത്തെ പൊതുസമൂഹം അറിഞ്ഞ് ഈ പൊതുസമൂഹത്തിൽ നീതിയായിട്ടുള്ളത് മാത്രം മതി ക്രൈസ്തവർക്ക്. ആരെയും അറിയിക്കാതെ ചില കൈക്കൂലി തരുന്ന പോലെ കൊടുക്കുന്ന പരിപാടി ഞങ്ങൾക്ക് വേണ്ട. ഇവിടെ ഞങ്ങൾക്ക് എന്തൊക്കെ പിന്നോക്കാവസ്ഥയുണ്ടെന്ന് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, ഈ വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കട്ടെ. എന്നിട്ട് നടപ്പാക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നടപ്പാക്കാമെന്ന് പറഞ്ഞാൽ പോരാ. ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരോടും സഭാ മേലധ്യക്ഷന്മാരോടും സമുദായ മേലധ്യക്ഷന്മാരോടും
തുറന്ന ചർച്ച നടത്തി ഈ വിഷയങ്ങൾ ഇന്ന ഇന്ന പോയിന്റുകളാണുള്ളത് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്ത് അത് നടപ്പിൽ വരുത്തണം. അത് നടപ്പിൽ വരുത്താനുള്ള ഫണ്ട് വകയിരുത്തണം ബഡ്ജറ്റിൽ. പക്ഷേ ഈ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് പോകുവാനും പറ്റുകയില്ല. അപ്പോൾ പിന്നെ ഇനിയൊരു പ്രതീക്ഷയുണ്ടോ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ നടപ്പിലാക്കുമെന്ന്? അത് സർക്കാരാണ് തരുന്നത്. ഉദാഹരണത്തിന് ഇന്നത്തെ ബഡ്ജറ്റ് നോക്കുക. ഈ ബഡ്ജറ്റിൽ JB കോശി കമ്മീഷനിൽ ഇന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ഇത്ര തുക വകയിരുത്തി എന്ന് പറഞ്ഞാൽ നമുക്കതിൽ വിശ്വസിക്കാം. അതുണ്ടോ എന്ന് ബഡ്ജറ്റ് ഞാൻ കണ്ടില്ല. അങ്ങനെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ മഞ്ജുഷ് സാറിനെ സഹായിക്കാമെന്ന് പറയുന്നു, സഹായിക്കുന്നില്ല. നാളെ മഞ്ജുഷ് സാർ വീണ്ടും എന്നോട് ഞാൻ പറയുന്നു സാറ് സഹായിക്കാം. അതേസമയം ഞാൻ 100 രൂപ എടുത്ത് കയ്യിൽ തരികയാണെങ്കിൽ ഞാൻ സഹായിച്ചു എന്ന് പറയാം. അതാണ് ഇവിടെയും വേണ്ടത്. ഇല്ലെങ്കിൽ ക്രിയാത്മകം ഇല്ലെങ്കിൽ അതനുസരിച്ച് നമ്മൾ അതിനെപ്പറ്റി പ്രതികരിക്കുന്നത് സ്വാഭാവികമാണല്ലോ. അതാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കത്തോലിക്ക കോൺഗ്രസ് തങ്ങളുടെ നിലപാട് പറഞ്ഞിരുന്നു. ഈ സർക്കാരിനൊരു മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന്. അത് ക്രൈസ്തവ സമുദായത്തിൽ നിന്നൊരു മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെയാണ് തുറന്നു പറഞ്ഞത്. അതായത് ക്രൈസ്തവ സമുദായത്തിൻ്റെ വോട്ട് ഇത്തവണ UDF-ലേക്ക് പോയി എന്നൊരു പൊതുവായ വിലയിരുത്തലുണ്ട്. അത് തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല എന്നാണോ LDF-ന്? അത് LDF-ൻ്റെ നേതാക്കൾ തന്നെ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പൊതുവായിട്ട് രാഷ്ട്രീയ നേതാക്കളും മാധ്യമപ്രവർത്തകരും ഒക്കെ ഈ വിഷയം വളരെ കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്തതാണ്. എന്തുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു തിരിച്ചടി വന്നു? അത് ഭരിക്കുന്ന ഗവൺമെൻറ് തീർച്ചയായിട്ടും ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകൾ അവർക്ക് വോട്ട് ചെയ്യേണ്ടായിരുന്നു. ആ വോട്ട് ചെയ്യാതെ വന്നപ്പോൾ എന്താണ് കാരണങ്ങളെന്ന് ചർച്ച ചെയ്യേണ്ടതാണ്. എൻ്റെ അഭിപ്രായത്തിൽ സാധാരണക്കാരുമായിട്ട് ഗവൺമെൻറ് അകന്നു. ഇവിടുത്തെ സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ക്രിയാത്മകമായ നിലപാടുകളെടുത്ത് ഗവൺമെൻറ് ചിലപ്പോൾ അതിൻ്റെ അകത്ത് അവരെ ഉപദേശിക്കുന്ന ആളുകൾ തെറ്റായ ഉപദേശം കൊടുത്തിട്ടായിരിക്കാം. ഇപ്പോൾ മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും ഗ്രാസ് റൂട്ട് ലെവലിൽ അറിയണമെന്ന് നിർബന്ധമില്ല. അവർക്ക് കിട്ടുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട്, അവരുടെ പാർട്ടി പ്രവർത്തകർ കൊടുക്കുന്ന റിപ്പോർട്ട്, ഇതിലൊക്കെ മാനിപ്പുലേഷൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വിവരം അറിയണമെന്നില്ല. അതുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ ജനങ്ങളുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപെടേണ്ട ആവശ്യമാണ്. അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമാണെങ്കിലും. അതുകൊണ്ട് ജനകീയ വിഷയങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസ് വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. കുട്ടനാട്ടിലെ നെൽകർഷകരുടെ വിഷയം, അതുപോലെ റബ്ബർ കർഷകരുടെ വിഷയം, മറ്റ് നാണ്യവിളകളുടെ വിലയില്ലായ്മ, ഇതൊക്കെ കത്തോലിക്ക കോൺഗ്രസ് വർഷങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്ന വിഷയങ്ങളാണ്. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാതെ ഒരു ഉട്ടോപ്യൻ ലോകത്ത് ജീവിക്കാൻ നമുക്കിനി സാധിക്കുകയില്ല. പഴയതുപോലെയല്ല, ജനങ്ങളെല്ലാം അന്നേരം കാര്യങ്ങൾ മനസ്സിലാക്കും. മാധ്യമങ്ങൾ വളരെ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. സോഷ്യൽ മീഡിയ വളരെ ശക്തമാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമായി. ഈ മുന്നറിയിപ്പ് ഈ LDF സർക്കാർ പരിഗണിക്കണം. അതല്ലെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ ആവർത്തിക്കുമെന്നാണ് അല്ലേ? അത് അവർ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് കേരളം. അത് നമുക്ക് പൊതുജനം പറയേണ്ട കാര്യമാണ്. ഇപ്പം ഒരാൾ ആർക്ക് വോട്ട് ചെയ്യണം ആർക്ക് വോട്ട് ചെയ്യണമെന്ന് എനിക്ക് സാധിക്കില്ല പറയാൻ. പക്ഷേ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടില്ലെങ്കിൽ ജനം പ്രതികരിക്കും എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങൾ പരിഹരിച്ച് കിട്ടുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്ത് കിട്ടുന്നുണ്ടോ ഇല്ലയോ? അത് ഈ ദിവസങ്ങളിൽ ഇനിയിപ്പോൾ അതിനധികം സമയമില്ല. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഗവൺമെൻറ്റുകൾ അധികാരത്തിലേറുന്ന ആ നിമിഷം തൊട്ട് ജനോപകാരപ്രദമായ കാര്യങ്ങൾ നടപ്പിൽ വരുത്തണം. ഇത് ഈ 4 വർഷം 5 വർഷം ജനങ്ങൾ വിവിധ തലത്തിൽ, ഉദാഹരണം കത്തോലിക്ക കോൺഗ്രസ് പോലത്തെ സംഘടനകൾ എപ്പോഴും ആവർത്തിച്ച് സമരം ചെയ്യുകയും പൊതുജനങ്ങളോട് പറയുകയൊക്കെ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാക്കാതെ എന്തുകൊണ്ട് ഗവൺമെൻറ് നടപ്പാക്കുന്നില്ല? ഇപ്പോൾ എടുത്ത നല്ല തീരുമാനങ്ങൾ എന്തുകൊണ്ട് കഴിഞ്ഞ 4 വർഷം ചെയ്തില്ല എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടി വരും. ഇപ്പോൾ കർഷകരുടെ വിഷയങ്ങൾ, ഞങ്ങളുടെ മലബാറിലാണെങ്കിലും ഒരു 400 kV ലൈനിൻ്റെ വിഷയം വന്നു. ഞാൻ തന്നെ അതിൻ്റെ ഇടപെട്ടിട്ടുണ്ട്. അവിടെ ആക്ഷൻ കമ്മിറ്റികളുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് വളരെ ശക്തമായിട്ട് ഇടപെട്ടു. കാസർഗോഡ് തൊട്ട് വയനാട് വരെയുള്ള 400 kV ലൈനാണ്. അതിൻ്റെ കീഴിൽ കൂടെ ഈ ലൈൻ പോകുന്നതിൻ്റെ താഴെയുള്ള കർഷകർക്ക് മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അത് എന്തുകൊണ്ട് ഇത്രയും വർഷം ഉണ്ടായിട്ട് ചെയ്യുന്നില്ല എന്നുള്ള വെച്ചാൽ, അതുപോലെ തന്നെ ഒരു വിഷയം നമ്മുടെ പൊതുജനത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് ഈ മലയോര ഹൈവേയുടെ കാര്യം. ഈ കേരളത്തിൽ ഏത് വികസനം ഉണ്ടായാലും, സാധാരണ നമ്മുടെ ഹൈവേ എടുക്കാം, നാഷണൽ ഹൈവേ, അത് വികസിച്ചപ്പോൾ അതിൻ്റെ നഷ്ടം വന്ന ആളുകൾക്ക് എന്തുമാത്രം പൈസ നഷ്ടപരിഹാരം കൊടുത്തു. എന്തുകൊണ്ട് ഈ മലയോര ഹൈവേക്ക് 1 രൂപ പോലും സർക്കാർ നഷ്ടം കൊടുക്കുന്നില്ല? ഇത് കർഷകരുടെ ഭൂമിയിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണോ? കർഷകർ രണ്ടാം തരം ആളുകളാണോ? ഇവിടുത്തെ ഈ
ഡെവലപ്മെൻറ്റുകൾ, വികസനങ്ങൾക്ക് കേരള സമൂഹം മുഴുവൻ അതിൻ്റെ ഫലമനുഭവിക്കുന്നവരാണ്. അപ്പോൾ കർഷകർ മാത്രം എന്തുകൊണ്ട് അതിന് പക്ഷേ കർഷകരെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി തന്നെ LDF-ലുണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്. അത് കർഷകരുടെ പാർട്ടിയായിട്ടാണ് അറിയപ്പെടുന്നത്. അവരതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നാണോ? അവർ ചെയ്യേണ്ടതാണ്. അവരുടെ ഉത്തരവാദിത്വം അവർ നിറവേറ്റണം. അത് നിറവേറ്റിയില്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസ് അത് തുറന്നു പറയും. അവിടെ LDF എന്നോ UDF എന്നോ വ്യത്യാസമില്ല. കത്തോലിക്ക കോൺഗ്രസ് ഈ പൊതുജനത്തിനു വേണ്ടി, സാധാരണക്കാരന് വേണ്ടി, കർഷകന് വേണ്ടി എക്കാലവും നിലകൊണ്ടിട്ടുണ്ട്, നിലകൊള്ളുകയും ചെയ്യും. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ക്രൈസ്തവ സഭകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം BJP ആയിട്ട് സഭ അടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. ഒരു കാര്യം സത്യമാണ്, BJP അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. കത്തോലിക്ക കോൺഗ്രസും അതിൻ്റെ ഒരു ഭാഗഭാക്കാകാറുണ്ടല്ലോ. കാരണം അവരുടെ നേതാക്കളുമായിട്ട്, താങ്കൾ ഉൾപ്പെടെയുള്ളവരുമായിട്ട് വന്ന് കൂടിക്കാഴ്ച നടത്താറുണ്ട് BJP നേതാക്കൾ, കേരളത്തിലെ BJP നേതാക്കൾ. അവരുമായിട്ട് സൗഹൃദത്തിനപ്പുറമായുള്ള ബന്ധം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞത്, ഒരു കക്ഷി രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ BJP-യെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകൾ ക്രൈസ്തവ സമുദായത്തിൽ വളർന്നു വരുന്നുണ്ടോ? കത്തോലിക്ക കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ ക്രൈസ്തവർക്കോ ഒരു പാർട്ടിയോട് എതിർപ്പോ അനാവശ്യമായ സൗഹൃദമോ ഇല്ല. അല്ല, മുമ്പ് BJP അകറ്റി നിർത്താറുണ്ട്. BJP അകറ്റി നിർത്തുന്ന പറഞ്ഞാൽ BJP-യോട് അങ്ങനെ അസ്പർശ്യത ഇല്ല. പക്ഷേ അവർ തെറ്റ് ചെയ്ത് ഞങ്ങൾ പറയും. ഉദാഹരണത്തിന് നോർത്ത് ഇന്ത്യകളിൽ ക്രൈസ്തവ മിഷണറിമാരെ ആക്രമിക്കുന്ന സംഭവങ്ങളുണ്ടാകുമ്പോൾ അവരത് അപലപിച്ചില്ലെങ്കിൽ ഞങ്ങൾ തുറന്നു പറയും, ഇത് BJP-യുടെ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞ്. അതേസമയം ഭരണാധികാരികൾ എന്ന നിലയിൽ അവരോട് നമുക്ക് ബന്ധം സ്ഥാപിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഉദാഹരണത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ, അല്ലെങ്കിൽ നമ്മുടെ ഉപരാഷ്ട്രപതി തന്നെ ക്രിസ്മസ് അവസരത്തിൽ ഡൽഹിക്ക് എന്നെയും വിളിച്ചു, കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് സാറിനെയും വിളിച്ചു. ഞങ്ങൾ പോയി. അവിടെ BJP-ക്കാർ വിളിച്ചതായിട്ടല്ല ഞങ്ങൾ പോയത്, ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. അവിടെ പോയി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ അന്ന് നിവേദനം കൊടുത്തു അദ്ദേഹത്തിന്, ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അവരുടെ ആശയങ്ങളെല്ലാം അംഗീകരിക്കുന്നതിൻ്റെ അകത്ത് അർത്ഥമില്ല. BJP-യോടോ കോൺഗ്രസ്സിനോടോ മാർക്സിസ്റ്റ് പാർട്ടിയോടോ എന്നതിനേക്കാൾ ഓരോ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുകളുണ്ട്. ആ പ്രശ്നാധിഷ്ഠിത കാര്യങ്ങൾ എടുത്തു കഴിയുമ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ഇപ്പോൾ ക്രൈസ്തവ സമുദായത്തിൻ്റെ വിഷയങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ടല്ലേ? അത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പറയുവാനും ബുദ്ധിമുട്ടില്ല. തീർച്ചയായിട്ടും. ഈ അടുത്ത ഇടയ്ക്ക് ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ഉന്നത നേതാവ് എന്നോട് സംസാരിച്ചു. അദ്ദേഹത്തോട് ഞാൻ ചില നിർദ്ദേശങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ റബ്ബർ കർഷകരുടെ പ്രശ്നം ഇടതുപക്ഷം തന്നെ അവരുടെ പ്രകടന പത്രികയിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നതാണ് 250 രൂപ റബ്ബർ കർഷകർക്ക് കൊടുക്കാമെന്ന്. അത് നാളെ ഇതുവരെ കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇപ്പോൾ 200 രൂപ വരെ എങ്ങാണ്ട് എത്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അത് കൊടുക്കുന്നില്ല? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാം, നിലപാടെടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മറ്റൊരു കാര്യം, ഇത് ഞാൻ പറഞ്ഞതല്ല, അഭിനന്ദമാർ ജോസഫ് അമ്പളാനി പിതാവ് നേരത്തെ പല പ്രസംഗങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ടാപ്പിംഗ് തൊഴിലാളികൾ, റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളെ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഈ കാര്യം ഞാൻ ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് കേന്ദ്രം ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞു, കേന്ദ്രത്തോട് നിങ്ങൾ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട് ഞങ്ങളും ചേർന്ന് നിൽക്കാം, കേന്ദ്രത്തോട് ചോദിക്കാം. നമുക്ക് ചേർന്ന് പ്രവർത്തിക്കാവുന്ന മേഖലകൾ കണ്ടെത്തി ചേർന്ന് പ്രവർത്തിക്കാം. നമ്മൾ ആരെയും അന്ധമായിട്ട് എതിർക്കുന്നില്ല. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടാണ്. ഈ വിശ്വാസത്തെ അവഹേളിക്കുന്ന നിലപാടുകൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും ഞങ്ങളത് എതിർക്കും. ഉദാഹരണത്തിന് ഈ കൊച്ചി ബിനാലയിൽ ഞങ്ങളൊക്കെ വളരെ പരിപാവനമായിട്ട് കരുതുന്ന അന്ത്യ അത്താഴത്തിൻ്റെ ചിത്രം വളരെ വികലമായിട്ട് അവതരിപ്പിച്ചു. എന്നിട്ട് അതിന് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത്. അതെന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്? അവനവൻ്റെ നമ്മുടെ ആരുടെയും വീട്ടിലെ സ്വന്തം അമ്മയെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നമ്മൾ അവഹേളിക്കുമോ? സ്വന്തം സഹോദരിമാരെ അവഹേളിക്കുമോ? അതൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. അതേസമയത്ത് തന്നെ ഈ ഇരട്ടത്താപ്പ് മറ്റു പല കാര്യങ്ങളിലുമുണ്ടോ? ഇപ്പോൾ നേരത്തെ പാലാ ബിഷപ്പിനെതിരെ വന്ന കേസ് അതൊരു ഉദാഹരണമാണല്ലോ, ലവ് ജിഹാദിൻ്റെ പേരിൽ, അങ്ങനെ ഒരു പരാമർശത്തിൻ്റെ പേരിൽ. അതേ സമീപനം തന്നെ വെള്ളാപ്പള്ളി നടേശനെതിരെ സ്വീകരിക്കുന്നുണ്ടോ സംസ്ഥാന സർക്കാർ? പാലാ ബിഷപ്പ് പറഞ്ഞ കാര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ വാക്കിനെ പറ്റി ഞാൻ പറയുന്നില്ല, കാരണം അത് ചിലരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഞാനത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് വസ്തുതകളുടെ വെളിച്ചത്തിൽ പറഞ്ഞ കാര്യം നമ്മൾ പരിശോധിക്കണം. അത് കാര്യമുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അപ്പോൾ അന്ന് അഭിനന്ദമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനെതിരെ ഭരണപക്ഷവും പ്രതിപക്ഷവും എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് ഞങ്ങൾ മറന്നിട്ടില്ല. അത് ഞങ്ങളുടെ ഓർമ്മയിലുണ്ട്. ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്താനില്ല. ഞങ്ങളുടെ ഒരു പിതാവ് പരിപാവനമായ പള്ളിയിൽ വെച്ച്, വിശ്വാസികളുടെ ഒരു ആരാധനാ കേന്ദ്രത്തിൽ വെച്ച് അവരെ പ്രബോധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന കാര്യമാണ് പറഞ്ഞത്.
വിശ്വാസം നഷ്ടപ്പെടുത്തി പോകുന്നതിനെ പറ്റിയാണ്. അത് പറയാനുള്ള അവകാശവും ഉത്തരവാദിത്വവും ആ അഭിമന്യ പിതാവിനുണ്ട്. അതിലല്ല പിന്നെ എന്തിനാണ് അദ്ദേഹം പിതാവായിരിക്കുന്നത്? വിശ്വാസത്തിൻ്റെ സംരക്ഷകരായിരിക്കുന്നത് ആ വിശ്വാസം ഉപേക്ഷിക്കുന്നത് ശരിയല്ല എന്ന് അവിടെ സമുദായ സ്പർദ്ധ എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നത് അല്ലേ? ഞാൻ ചോദിച്ചത് വെള്ളാപ്പള്ളി നടേശനും ഇതേ രീതിയിലുള്ള പരാമർശം നടത്തിയപ്പോൾ, മുസ്ലിം സമുദായത്തിനെതിരെ പരാമർശം നടത്തിയപ്പോൾ നിലപാട് മറ്റൊന്നായില്ലേ എന്നാണ് CPM-ൻ്റെ. അത് അവരാലോചിക്കേണ്ടതാണ്. ഇരട്ടത്താപ്പുകളൊക്കെ മനസ്സിലാക്കാനുള്ള ബോധവും ബുദ്ധിയും ക്രൈസ്തവർക്ക് ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അഭിമന്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന് ക്രൈസ്തവ ലോകം പൂർണ്ണമായ പിന്തുണ നൽകുന്നുണ്ട്. അദ്ദേഹം ഒരു പൊതു ഇടത്തിൽ വെച്ചല്ല ഇത് പറഞ്ഞ്, വഴിക്ക് മൈക്ക് കെട്ടി വെച്ചിട്ട് വിളിച്ചു പറയല്ലേ. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ നയിക്കാൻ ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസികളുടെ കൂട്ടായ്മയോട് ഒരു പള്ളിയിൽ അദ്ദേഹം പഠിപ്പിക്കാൻ ഒരു ബിഷപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കൂടിയാണ് വിശ്വാസം പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുകയാണ്. നമ്മളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ഇനി നഷ്ടപ്പെടുത്തിയ ആളുകളെ തൂക്കിക്കൊള്ളണമെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഈ ആളുകളെ പ്രബോധിപ്പിക്കുകയാണ്. ഇത് വിശ്വാസം സംരക്ഷിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് പറയാൻ, അതിനെതിരെ ഇത്രമാത്രം അസഹിഷ്ണുത. അങ്ങനെയാണെങ്കിൽ മറ്റു ചിലരൊക്കെ പറയുന്നതിനെതിരെ ഞങ്ങളും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളുടെ വിശ്വാസികളെ പ്രബോധിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വവും കടമയും ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ ഇന്നല്ല 2000 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. അത് എന്നും തുടരുകയും ചെയ്യും. അതിൻ്റെ ഈ ഒരു വിഷയത്തിലും അതുപോലെ തന്നെ കേരള സ്റ്റോറിയുടെ വിഷയത്തിലുമൊക്കെ, കേരള സ്റ്റോറിയെ അനുകൂലിച്ച ആ സമയത്തൊക്കെ മറ്റൊരു പരാമർശം കൂടി വന്നിരുന്നു. ഇപ്പോൾ ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ താങ്കൾ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയും ക്രൈസ്തവ സമുദായത്തിൽ ഈ രീതിയിലുള്ള നിലപാടുകൾ എടുക്കുന്നവർക്ക് നേരെയും ക്രിസ്തങ്കി എന്നുള്ളൊരു പരാമർശം പോലും ഉണ്ടായതാണ്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണോ പിന്നീട് BJP-യോട് ആ ഒരു മമത കാണിക്കാതിരുന്നത്? ഇടയ്ക്ക് വെച്ച് കുറച്ചുകൂടി മൃദുവായിരുന്നു BJP-യോടുള്ള സമീപനം. ഇപ്പോൾ പക്ഷേ അത് കുറച്ചുകൂടി ഒരു കട്ടിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോഴും UDF LDF എന്നതിലേക്കേ വരുന്നുള്ളൂ. BJP അവിടെ അകറ്റി നിർത്തുന്നുമുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ട്, പഴയ പോലെ അല്ല. ഞങ്ങൾ ആരെയും അകറ്റി നിർത്തുകയോ അടുപ്പിച്ച് നിർത്തുകയോ ചെയ്യുന്നില്ല. കത്തോലിക്ക സഭയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, മറ്റ് സഭകളുടെ കാര്യമല്ല. അതെ, ഞങ്ങൾ ആർക്കും എതിരല്ല, ആർക്കും അനുകൂലമല്ല. പക്ഷേ ഞങ്ങളുടെ വിശ്വാസത്തെ എതിർത്താൽ ഞങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായ നിലപാടെടുക്കും. ആ വിശ്വാസത്തെ എതിർക്കുന്ന ആളുകളെ ഞങ്ങൾ നശിപ്പിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനത്തെ തീവ്രവാദ സ്വഭാവം ഞങ്ങൾക്കില്ല. പക്ഷേ അത് തുറന്നു പറയാനുള്ള ആർജവം ഞങ്ങൾക്കുണ്ട്. യേശുക്രിസ്തു പോലും അദ്ദേഹത്തിൻ്റെ കർണത്തടിച്ച പടയാളിയോട് ചോദിച്ചു, നീ എന്തിനാണ് എന്നെ അടിച്ചത്? ആ ചോദിക്കാനുള്ള അവകാശം ഇന്ന് നമുക്കുണ്ട്. അതേസമയം അദ്ദേഹം തിരിച്ചടിക്കാൻ നിന്നില്ല. അത് ഓർത്തിരിക്കണം. ക്രൈസ്തവ സഭകൾക്ക് എപ്പോഴും സ്നേഹത്തിൻ്റെ തത്വശാസ്ത്രമേ പാലിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ട് അവർ സത്യം പറയില്ല എന്നല്ല. ക്രൈസ്തവർ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. BJP-യുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് സംഭവം അത് നടക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണോ? അങ്ങനെ കരുതുന്നുണ്ടോ? ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ക്രൈസ്തവ സമുദായത്തെ ഒപ്പം കൂട്ടണം എങ്കിൽ മാത്രമേ അധികാരം പിടിക്കാൻ പറ്റുകയുള്ളൂ, ജനപ്രതിനിധികളെ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് BJP-യുടെ ഒരു തന്ത്രപരമായ സമീപനം. അത് സഭ അംഗീകരിച്ചു കൊടുക്കുമോ? തന്ത്രങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കുന്നവരല്ല ഞങ്ങൾ. സുതാര്യമായ, സ്വതന്ത്രമായ, ആത്മാർത്ഥമായ ഇടപെടലുകളെ ഞങ്ങൾ അംഗീകരിക്കും. അതേസമയം ഇവിടെ കേക്കും അവിടെ ചാണകവും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കുക. അങ്ങനെ ഉണ്ട്, അങ്ങനെ വരുന്നുണ്ട് അല്ലേ? അങ്ങനെ വരുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതിൽ തന്നെ ബിഷപ്പുമാർക്ക് ഒരു നിലപാടും വിശ്വാസികൾക്ക് മറ്റൊരു നിലപാടും അങ്ങനെ വരുന്നുണ്ടോ? ഇല്ല, അങ്ങനെ വരുന്നില്ല. ബിഷപ്പുമാരുടെ നിലപാടല്ല, അത് വിശ്വാസികളുടെ നേതൃത്വമാണ് ബിഷപ്പുമാരെന്ന് പറയുന്നത്. അപ്പോൾ അവർ പ്രാർത്ഥിച്ച് ഒരുമിച്ചെടുക്കുന്ന തീരുമാനം, എല്ലാ തീരുമാനങ്ങളും എല്ലാവരും അംഗീകരിക്കണമെന്നില്ല. പക്ഷേ പൊതു നിലപാടുകളിൽ ബിഷപ്പുമാരെടുക്കുന്ന തീരുമാനം ക്രൈസ്തവ സഭ അംഗീകരിക്കും. ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ BJP ഈ ഒരു നിലപാട് കാരണം ക്രൈസ്തവ സമുദായത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പാർട്ടിയായി മാറിയിട്ടുണ്ട്. അതായത് അവർ കൊണ്ടുവരുന്ന കേക്ക് സ്വീകരിക്കും, പക്ഷേ അതിന് തൊട്ടു പിന്നാലെ തന്നെ ഏതെങ്കിലും വൈദികർക്ക് നേരെ ആക്രമണം വടക്കേ ഇന്ത്യയിൽ നടക്കും. അതാണല്ലോ പ്രശ്നമുണ്ടായത്. അതുപോലെ തന്നെയല്ലേ CPM-നും LDF-നും നേരെയും? കാരണം അവരും ക്രൈസ്തവ സമുദായം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഗണിക്കാം എന്ന് പറയുന്നതല്ലാതെ പരിഗണിക്കുന്നില്ല അല്ലേ? ഇന്നലെ ഞാൻ CSI സഭയുടെ ഒരു വലിയ സമ്മേളനത്തിൽ പങ്കെടുത്തു തിരുവനന്തപുരത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ കൂടെ സംസാരിച്ചത് ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കരായിരുന്നു. അദ്ദേഹത്തിന് നമുക്കറിയാലോ, രാഷ്ട്രീയ നിരീക്ഷകനാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ക്രൈസ്തവരായി നിങ്ങൾ ഇനി മുതൽ ചെയ്യേണ്ടത് ഈ വിവിധ കക്ഷികളുടെ പ്രലോഭനങ്ങൾ കേട്ട് മയങ്ങുകയല്ല, അവരോട് നിങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി പറയുക, അത് നടപ്പിലാക്കുമെന്ന് എഴുതി മേടിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അന്യായമായിട്ട് ഒരു കാര്യം ക്രൈസ്തവർക്ക് വേണ്ട. ന്യായമായ ക്രൈസ്തവരുടെ ആവശ്യങ്ങൾ ആര് ചെയ്യും എന്ന്
അവർ പറഞ്ഞാൽ പോരാ, അത് എഴുതി അവർ തരണം. വാഗ്ദാനങ്ങളിൽ മയങ്ങി വോട്ട് ചെയ്യാതെ അവർ കൃത്യമായി നടപ്പിൽ വരുത്തുന്നതുകൊണ്ട് വിലയിരുത്തുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു പൊളിറ്റിക്കൽ ഓഡിറ്റ് നടത്തണം. വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയുണ്ട്. അങ്ങനെ പൊളിറ്റിക്കൽ ഓഡിറ്റിംഗ് നടത്തിയാൽ ഈ പിണറായി വിജയൻ സർക്കാരിന് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും, അംഗീകരിക്കാൻ പറ്റുമോ? അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെ ഞാനൊരു മാർക്ക് ഇപ്പോൾ കൊടുത്താൽ അത് ഏത് പക്ഷത്തും സഭ പലപ്പോഴും ആരെയും പിണക്കില്ല, എല്ലാവരുടെയും കൂടെ ഉണ്ടെന്ന് പറയുകയും അതേസമയം ആരാണ് അധികാരത്തിൽ എത്തുക എന്ന് നോക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പിന്തുണ രഹസ്യമായിട്ട് നൽകുകയും ചെയ്യും. അതല്ലേ ഇത്തവണയും ആവർത്തിക്കാൻ? അങ്ങനെയല്ല, കോൺഗ്രസ് അതിൻ്റെ ഒരു ആയുധമായി മാറും, അത്രയേ ഉള്ളൂ. ഇല്ല, സഭ ഒരിക്കലും അങ്ങനെ ചെയ്യല്ല. സഭ ജനകീയ വിഷയങ്ങൾ പറയും. വോട്ട് ചെയ്യേണ്ടത് ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. ഇന്നയാൾക്ക് വോട്ട് ചെയ്യണം, ഇന്നയാൾക്ക് വോട്ട് ചെയ്യരുത് എന്ന് സഭ ഒരിക്കലും പറയല്ല. അങ്ങനെ ഒരു നിലപാട് സഭയ്ക്കില്ല. അതേസമയം ഈ രാജ്യത്ത് എന്ത് നടക്കുന്നു എന്ന് വിലയിരുത്തുവാനുള്ള അവകാശം സഭയ്ക്കുണ്ട്. പിണറായി സർക്കാരെന്നോ മറ്റ് സർക്കാരെന്നോ സഭയ്ക്ക് വ്യത്യാസമില്ല. പിന്തുണ തേടി എല്ലാവരും സമീപിക്കുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും എല്ലാവരും അവരുടെ കാര്യങ്ങൾ പറയും, അതിൽ തെറ്റുമില്ല. അവരോട് ഞങ്ങൾ കൃത്യമായി തുറന്നു പറയും, ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതൊക്കെയാണ്. ഏതായാലും ഈ ക്രൈസ്തവ സഭകൾ തമ്മിലൊരു ഏകീകരണം, ഐക്യം പല കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതിന് കത്തോലിക്ക കോൺഗ്രസ് വലിയ നേതൃത്വം എടുത്തിട്ടുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് കൊണ്ടുവന്ന പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ഈ കൊണ്ടുവന്ന വിഷയങ്ങളിൽ ആളുകൾ, ക്രൈസ്തവ ലോകം ഒരുമിച്ച് നിന്നതിൽ വലിയ സന്തോഷം. ക്രൈസ്തവർ മാത്രമല്ല മറ്റുള്ളവരും അതിന് പിന്തുണ തന്നെ. പക്ഷേ അതേ സമയത്ത് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും സമുദായങ്ങൾ ഇടപെടുന്നു എന്നുള്ള ഒരു പരാതിയുമുണ്ട്. ഞാൻ ഏറ്റവും ഒടുവിൽ കേട്ടത് താമരശ്ശേരി ബിഷപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തിരുവമ്പാടി സീറ്റ് അത് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്നുള്ള രീതിയിലുള്ള പരാമർശമൊക്കെയാണ്. അത്രത്തോളം സഭ ഇടപെടുന്നത് എന്തിനാണ് പരസ്യമായിട്ട്? ശരിയാണ്, ഒരു ക്രൈസ്തവനായ സ്ഥാനാർത്ഥി വേണം എന്നൊക്കെയുള്ള ആവശ്യം ക്രൈസ്തവ സമുദായത്തിനിടയിൽ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ബിഷപ്പുമാർ നേരിട്ട് തന്നെ അത്തരം ഇടപെടലുകൾ നടത്തുമ്പോൾ അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ സാധാരണ പറയാറുമില്ല. പിന്നെ ഒരാഗ്രഹം പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സഭ സാധാരണഗതിയിൽ അങ്ങനെ ഇന്ന സമുദായത്തിൽപ്പെട്ടവർ എന്ന് പറയാറില്ല. അഭിമന്യ പിതാവ് അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്തായാലും ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് കൂടുതൽ പ്രതിനിധികൾ വേണം എന്നുള്ള ആഗ്രഹം അതെന്തായാലും കത്തോലിക്ക കോൺഗ്രസിനും ഉള്ളതാണല്ലോ അല്ലേ? അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യും. ആഗ്രഹങ്ങൾക്ക് പരിധിയില്ലല്ലോ. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമുക്ക് പറഞ്ഞതിൽ തെറ്റില്ല. അത് തീരുമാനങ്ങളായിട്ട് എടുക്കേണ്ടത് ഓരോ പാർട്ടികളാണ്. ഏതായാലും സഭ ഒരു പാർട്ടിയോടും ഞങ്ങളുടെ ഇന്നയാളെ ആക്കണം എന്ന് പറയല്ല. അതൊക്കെ അവരുടെ ഇഷ്ടം. കാരണം അത് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനമാണ്. നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. തീരുമാനങ്ങൾ അവർക്ക് എടുക്കാം. ശരി, നന്ദി. എന്തായാലും ഇത്രയും സമയം ചെലവഴിച്ചു. താങ്ക് യു.